രണ്ട് വാക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ പോലും പറ്റാത്തവരായിരിക്കും. അതുപോലും ചെയ്യാൻ കഴിയാത്തവരാണ് വെറുതെ ഈ പിന്നെ കമന്റ് മാത്രം ഇട്ടിട്ട് ഒരു സുഖം കണ്ടെത്തുന്ന ആൾക്കാര്. ആളുകള് അവരുടെ സമയം വെറുതെ കളയുകയാണ്. അവർക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആകേണ്ട ടൈമില് അവർ വെറുതെ സമയം കളയുകയാണെങ്കിൽ ഒരു 90 കമന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 60 കമന്റും തെറിയോ അല്ലെങ്കിൽ മോശം വാക്കുകളായിരിക്കും. നല്ലത് പറയാൻ ആളുകൾക്ക് സമയമില്ല. ചേച്ചി, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇതിന്റെ കടിയിൽ വരുന്ന കമന്റുകൾ എത്ര മോശമാണെന്നറിയോ ചേച്ചി? അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഞാനും ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. എന്ന് വെച്ചാല് ഇടുന്ന കമന്റുകള് അത് കാണുന്ന ആളുകൾ അതിന്റെ രീതിയിൽ നല്ല രീതിയിലല്ല പറയുന്നത്. ഇപ്പൊ ബോഡി ഷെയ്മിങ് ആണെങ്കിലും അല്ലെങ്കിൽ തെറിവാക്കുകളാണെങ്കിലും എല്ലാം ആ ഒരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് എന്താ പറയുന്നത്, അല്ലെങ്കിൽ അവർ കുറച്ചു നേരത്തെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിട്ട് പോണത്. പക്ഷെ അത് എഫക്ട് ചെയ്യുന്ന ആളുകളുടെ മനസ്സോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഏതൊക്കെ രീതിയിൽ തെറി പറയുന്നുണ്ട്, ബോഡി ഷേമിങ് നടത്തുന്നുണ്ട്. അയ്യോ, വളരെ ഞാൻ ചെയ്തൊരു വീഡിയോയുടെ അടിയിൽ വിമർശിക്കുന്ന രാഷ്ട്രീയം എല്ലാവർക്കും വ്യത്യാസമായിരിക്കും. പക്ഷെ ചില മോശം കമന്റുകൾ വളരെ വൾഗറായിട്ട് നമ്മൾ വിളിക്കാൻ കൊള്ളില്ലാത്ത പേരുകളൊക്കെ വിളിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇവർ എന്നെ വിളിക്കുന്നത്? ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളെ ഒരു കാര്യത്തിൽ നമ്മളെ എതിർക്കുക എന്ന് പറഞ്ഞാല് അതിനർത്ഥം ഇങ്ങനെ വൃത്തികെട്ട വാക്ക് ഉപയോഗിച്ച് അത് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ നെഗറ്റീവ് അല്ല ആളുകൾ കരുതുക, അയാളുടെ സംസ്കാരമാണ് കരുതുക. പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്നത് ഒരു ജോലിയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോ ഇടുന്നവരും അവരൊരു പിന്നെ അവരുടെ ഒരു നേരം പോക്കിന് അല്ലെങ്കിൽ അവരതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കണ്ടിട്ടായിരിക്കും ചെയ്യുന്നത്. അതുപോലും ചെയ്യാൻ കഴിയാത്തവരാണ് വെറുതെ ഈ പിന്നെ കമന്റ് മാത്രം ഇട്ടിട്ട് ഒരു സുഖം കണ്ടെത്തുന്ന ആൾക്കാര്. ഒരുപാട് നമ്മുടെ ചാനലില് ആറാട്ടെണ്ണം വന്നപ്പോ ഇട്ട പിന്നെ വീഡിയോയ്ക്ക് വന്ന കമന്റ് ആ ആങ്കറിനെ പോലും എന്തോ ഒരു അധിക്ഷേപിച്ചോണ്ടാ പറയുന്നത്. അവര് ഈ പറയുന്ന ആറാട്ടെണ്ണനാണെങ്കിലും അങ്ങേര് പല രീതിയിൽ പിന്നെ അയാള് റിവ്യൂ ചെയ്യുന്ന ഒരാളായിരിക്കാം. അയാളൊരു മനുഷ്യനല്ലേ, അതെ. അത് പറയുന്ന ആങ്കറിന് തൊലിക്കട്ടി സമ്മതിക്കണം ആ രീതിയിലൊക്കെ പറയുമ്പോ ഇവർക്ക് ഒരു വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവർക്ക് രണ്ട് വാക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ പോലും പറ്റാത്തവരായിരിക്കും. അവരൊക്കെയാണ് ഈ കമന്റ് വിടുന്നത്. കമന്റ് വിട്ടത് കൊണ്ട് മാത്രം അവർക്കെല്ലാം അല്ലെങ്കിൽ അവർ പ്രൂവ് ചെയ്ത് കാണിക്കണം, ഞങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വലിയ സംഭവം ആയിട്ടല്ല പറയണേ. എന്നാൽ പോലും പിന്നെ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടാണല്ലോ, പിന്നെ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈ വിമർശനം വരുന്നത്. ആദ്യമൊക്കെ നമുക്ക് വിഷമം തോന്നുമായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നും. പിന്നെ ആയപ്പോ ഇവരിതാണ് പറയുന്നത്, അവര് പറഞ്ഞോട്ടെ, ഞാൻ കുറെ ഒന്നും നോക്കാറും ഇല്ല. പക്ഷെ ഇങ്ങനെ ഈ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുമ്പോഴേ അത് നമ്മുടെ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവരിങ്ങനെ വന്നിട്ട് വൃത്തികെട്ട രീതിയിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ ഓക്കെ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, ഈ രാഷ്ട്രീയം ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് അവരുടെ മാന്യമായ നിലപാട്, അത് നമുക്ക് മനസ്സിലാക്കാം. നിലപാട് പറയാൻ ഏതൊരാൾക്കും അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട്. എനിക്ക് എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് ഗ്രീഷ്മേന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സംസാരിക്കുക. അത് നമ്മുടെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പോളിസിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ പോളിസിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിൽ കയറി നിന്നുകൊണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് തടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഗ്രീഷ്മ കുറച്ച് മെലിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കാണാൻ ഭംഗിയില്ല, എന്നെ കാണാൻ ഭംഗിയില്ല, തടിച്ചത് കൊണ്ട് സ്ക്രീനിൽ എന്നെ ചേരുന്നില്ല, ആ രീതിയിലുള്ള ബോഡി ഷെയ്മിങ് നടത്തുന്നുണ്ട്. ഒരു ഫോട്ടോ ഇട്ടവരെ പിന്നെ തടി കൂടിപ്പോയി, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ബോഡിയിൽ കംഫർട്ടാണ്, അത് നോക്കിയാൽ പോരെ. ഈ പറയുന്ന ആളുകൾ എന്തിന് നമ്മൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനെ അവര് ശ്രദ്ധിക്കുന്നില്ല. ആളുകൾ അവരുടെ സമയം വെറുതെ കളയുകയാണ്. അവർക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആകേണ്ട ടൈമില് അവർ വെറുതെ സമയം കളയാണ്. ഇങ്ങനെ നമ്മൾക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് തന്ന നമ്മളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഗുണമുണ്ടെന്ന് വെക്കാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു ഗ്രോത്ത് ഇല്ലല്ലോ. അവര് ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാൽ എങ്ങനെയും ഡീമോട്ടിവേറ്റ് ചെയ്യാ. ഇവര് ചിലപ്പോ അങ്ങനെയായിരിക്കും, ഇവര് നന്നാവണ്ട, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട്
ഇപ്പൊ ഞാൻ നല്ലത് പറഞ്ഞതുകൊണ്ട് ഇവർക്കൊന്നും ഒരു ബെനിഫിറ്റും കിട്ടണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയായിരിക്കാം ചിലപ്പോ ഈ പറയുന്ന നെഗറ്റീവ് കമന്റുകൾ വരുന്നത്. അപ്പൊ നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ ഏത് സെലിബ്രിറ്റീസ് ആണെങ്കിലും സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താൽ അതിലൊരു 90% വരുന്ന കമന്റുകൾ നെഗറ്റീവാണ്. പോസിറ്റീവായിട്ട് കൊടുക്കുന്ന കുറച്ചു പേരുണ്ടാവും. അവര് കൊടുക്കുന്ന ചിലപ്പോൾ വല്ല സ്മൈലിയോ അല്ലെങ്കിൽ ഒരു പൂവോ ഒക്കെ ആയിരിക്കും. പക്ഷെ ആ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന സാധനങ്ങളായിരിക്കും ഒരുപാട് ഉണ്ടാവുക. അതിനാണ് കൂടുതൽ. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ നെഗറ്റീവ് മാത്രം പറയാൻ വേണ്ടി? അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഒരു 90 കമന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 60 കമന്റും തെറിയോ അല്ലെങ്കിൽ മോശം വാക്കുകളായിരിക്കും. നല്ലത് പറയാൻ ആളുകൾക്ക് സമയമില്ല. ആളുകൾ കുറെ കൂടെ മാറി ചിന്തിക്കണമെന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അവര് പറഞ്ഞോട്ടെ, നല്ലത് പറയാൻ ഭയങ്കര പ്രയാസമാണ്, നമ്മൾ ശീലിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നല്ലത് പറഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളത് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ കുറെ പ്രാവശ്യമൊക്കെ നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും നല്ലത് പറയാൻ. പക്ഷെ നമുക്ക് സമൂഹത്തിന് നല്ലത് കൊടുക്കാൻ പറ്റും, നല്ല മെസ്സേജുകൾ കൊടുക്കാൻ പറ്റും. നമ്മളും സെൽഫ് ഇംപ്രൂവ് ആവും. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ ഈ കേട്ടിട്ടില്ലേ, നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അതിപ്പം നമ്മൾ നല്ലത് കൊടുത്ത് നല്ലത് കിട്ടുന്നു എന്നല്ല, നമ്മളുടെ വൈബ്രേഷൻ ആ തരത്തിലേക്ക് മാറും. അപ്പൊ കുറെ കൂടെ അത്തരത്തിൽ മനുഷ്യര് ജീവിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന കമന്റുകളിൽ അല്ലെങ്കിൽ ഇടുന്ന ആളുകളുടെ ഒരു പ്രായം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കുറച്ചും കൂടി ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ ഇതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല എന്ന് കുറേയൊക്കെ തോന്നും. ബാക്കിയുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു 40 കഴിഞ്ഞ ആളുകൾക്കാണ്, ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇങ്ങനത്തെ, അവരുടെ ഈ ഒരു പ്രായത്തില് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവരിങ്ങനെ ഇരുന്നു പോയിട്ട് യങ്സ്റ്റേഴ്സിനെ വെറുതെ കുറ്റം പറയുന്ന, പിന്നെ ഈ ജനറേഷനെ പിന്നെ കുറ്റം പറയുന്നു. ഒരു പരിധിവരെ ജനറേഷന്റെ പറയുന്നില്ല, ഉണ്ട്. നമ്മൾ വളർന്ന കാലഘട്ടത്തില് ആ ജനറേഷൻ്റെതായ കുഴപ്പങ്ങൾ നമുക്കും ഉണ്ടായിരുന്നിരിക്കും. ഇപ്പോഴത്തെ ജനറേഷന്റെ കുട്ടികളുടെ അടുത്ത് പലയിടത്തും പല കൊള്ളരായ്മകൾ ഉണ്ടെങ്കിലും എല്ലാവരെയും ആ ഇതിലങ്ങോട്ട് ജനറലൈസ് ചെയ്തിട്ട് അവരെ കാറ്റഗറൈസ് ചെയ്തിട്ട് മൊത്തം ഈ 2K കിഡ്സ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവരുടെ ജനറേഷൻ, പിന്നെ ഒരാളോടൊന്ന് ഫ്രീ ആയിട്ട് മിണ്ടിയ, അതിന് വരെ വേറൊരു ആംഗിള് നമ്മൾ കുറെ കൂടെ പഠിക്കണം എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ശരിക്കും പഠിക്കേണ്ട കാര്യങ്ങളല്ല നമ്മൾ സ്കൂളുകളിൽ കൂടെ പഠിച്ചു വന്നതും. നമ്മൾ പഠിക്കുന്ന പകുതി കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, സെൽഫ് ഇംപ്രൂവ്മെന്റ്, നമ്മളുടെ ക്യാരക്ടർ രൂപവൽക്കരണം ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കരിയർ, എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം, എങ്ങനെ ലൈഫിൽ അച്ചീവ് ആവണം, എങ്ങനെ ഒരു ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ, ഫാമിലി നീ സിംഗിൾ ആയിട്ടാണെങ്കിലും അങ്ങനെയെങ്കിൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലേക്ക് ഏറ്റവും വലുത് സഹജീവികളോടുള്ള റെസ്പെക്ട് ആണ്. അതാണ് ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം. അതിപ്പോ സ്കൂൾ ലെവലിൽ തന്നെ, ഇപ്പോ ഇനിയുള്ള ഒരു ഇതില് ഈ സ്കൂൾ ലെവലിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം. അതുപോലെ സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഇപ്പൊ ഏതൊരു പിറന്നു വീഴുന്ന ഒരു കുട്ടികൾക്ക് പോലും സോഷ്യൽ മീഡിയ ഉണ്ട്. ചിലപ്പോ അവര് കണ്ടു വളരുന്നത് ഇങ്ങനെയുള്ള ഒരു ആൾക്കാരായിരിക്കും. അതായത് സോഷ്യൽ മീഡിയ കയറി ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കമന്റ് ഇടുന്ന, അതിന് ഒരിത് ഇപ്പൊ കുട്ടികളുടെ ഇടയിൽ ഇപ്പൊ പാരന്റ്സിന് അറിയില്ല, അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു പാരന്റ്സ് ആണെങ്കിൽ അവർക്ക് അറിയില്ല, അവരുടെ മക്കൾക്ക് ഫോൺ മേടിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ അവരറിയില്ല. പഠിക്കേണ്ട ആവശ്യത്തിന് എല്ലാം ഫോണിൽ തന്നെയാണല്ലോ, ഫോൺ മേടിച്ചു കൊടുക്കുന്നു. മക്കൾ അതിനകത്ത് ഇൻസ്റ്റഗ്രാം 1 അല്ല 2 അല്ല 3 അല്ല എത്ര അക്കൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കുന്നു. ഒരു കൺട്രോൾ, ശരിക്കും പറഞ്ഞാൽ നിയമം കൊണ്ട് തന്നെ ഈ ഏജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. പക്ഷെ എന്നാൽ എത്ര പേരത് ഫോളോ ചെയ്യുന്നില്ല. അതുപോലെ ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അവർക്കൊക്കെ ഈ പറയുന്ന പോലെ ശരിക്കും അവർക്കത് മനസ്സിലാകുന്ന പ്രായം കൂടി അല്ല. അവർക്കൊക്കെ ഒരു പിന്നെ ഒരു കളർഫുൾ ലൈഫാണ്. അപ്പൊ ആരാണോ അവരുടെ അടുത്ത് കുറച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഏജും അല്ല. അപ്പൊ പാരന്റ്സിന്റെ അറിവില്ലായ്മയും കൊണ്ടല്ലേ ഈ മക്കൾ ഈ സോഷ്യൽ മീഡിയ വല്ലാണ്ട് ഉപയോഗിക്കുന്നത്. ഫോൺ ഒരു കൺട്രോൾ ആണ്. ഫോണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അത് നമ്മുടെ ഈ പാഠ്യപദ്ധതിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ടീച്ചേഴ്സിന് എളുപ്പം അതാണ്. ഈ ഒരു ടൈമിന്റെ അവരും അതിൽ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം കൂടെ. പക്ഷെ കോവിഡിന് ശേഷം എല്ലാവരും ഇപ്പൊ എന്തുണ്ടെങ്കിലും ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ വരുന്നത് ഫോണിൽ കൂടെയാണ്. അപ്പൊ ഈ ഫോണിന്റെ ഒരു ഉപയോഗം കൊണ്ടാണ് ഇങ്ങനെ എന്തും പറയാം, ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അങ്ങനെ കുറച്ച് ബിരുദന്മാരുണ്ട്. നമ്മളോട് പറയാനുള്ള കാര്യം നേരെ സ്വന്തം ഐഡി പറയാൻ പറ്റാതെ ഈ പറയുന്ന നെഗറ്റീവ് കമന്റുകൾ വരുന്നത് മുഴുവൻ
ഇങ്ങനത്തെ ഫേക്ക് ഐ ഡി എന്നാണ്. ഒരാളും സ്വന്തം ഐ ഡിയിൽ കൂടെ ഇപ്പൊ രേണുസുധീന്റെ ഒരു കാര്യം എടുക്കാം. രേണുസുധിക്ക് ഇത്രമേൽ സോഷ്യൽ മീഡിയ ബുള്ളിങ് വന്നിട്ടും നമ്മൾ ആ കമന്റുകളുടെ ഒരു അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ആരും ഒറിജിനൽ ഐ ഡി എന്ന് പറയാൻ ആരും ഇല്ല. എല്ലാവരും ഒരുവിധം ആളുകൾ മുഴുവനും ഈ ഫേക്ക് അക്കൗണ്ടിൽ കൂടെയാണ് പറയുന്നത്. എന്നാ അവരുടെ അഭിപ്രായമാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവര് ഈ അഭിപ്രായം പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കേണ്ട കാര്യം, നമ്മൾ അഭിപ്രായം പറയുന്നത് കൊണ്ട് നെഗറ്റീവ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ ഐഡന്റിറ്റിയും കൂടെ, ഐഡന്റിറ്റി ഉള്ളവർക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയും കമന്റുകൾ വന്നു എന്നിട്ട് അവര് നിർത്തിയോ? ഇല്ല, അവര് അതെന്താ അറിയോ, കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മള് യൂസ്ഡ് ആവും. പിന്നെ ഇത് ഇവര് പറയുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ കൂടുതൽ ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ ഇവരെ തളർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള അവർക്ക് മോട്ടിവേഷൻ ആണ്. ഇത്ര പേര് പറയുന്നുണ്ട്, നെഗറ്റീവ് പറയുന്നുണ്ട്, എന്തായാലും ആദ്യത്തെ കമന്റിലാണ് അവർക്ക് വിഷമം ഉണ്ടായത് പറഞ്ഞത്. നമ്മൾക്കുള്ളത് പോലെ തന്നെ ആദ്യമേ നമുക്ക് വിഷമം തോന്നും. പിന്നെ നമ്മൾ ഇതാണ് പറയുന്നത്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ശല്യമൊന്നുമില്ല, എന്തായാലും പറഞ്ഞോട്ടെ, അവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ. അവർക്ക് അതുകൊണ്ട് മോട്ടിവേഷൻ അല്ലാതെ പിന്നെ അവരിപ്പോ വീട്ടിലിരിക്കാനോ അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് പോകാനോ അവര് തയ്യാറായിട്ടില്ല. ഇപ്പോ നമ്മളൊരു ഇന്റർവ്യൂവിന് വിളിച്ചാൽ പോലും അവര് പറയുന്നത് ഞാൻ പേയ്മെന്റ് ഉള്ള ഇന്റർവ്യൂവേ കൊടുക്കുന്നുള്ളൂ. അതുവരെ ആരാക്കി കൊടുത്തതാണ് ഈ പറയുന്ന നെഗറ്റീവ് കമന്റുകൾ. അവർക്ക് ഇപ്പോൾ ഒരു സ്റ്റാൻഡ് ആക്കി കൊടുത്തത് നമ്മൾ അറിയുമ്പോൾ മരിച്ചുപോയ കൊല്ലം സുധിയുടെ ഭാര്യ എന്നൊരു ലേബലായിരുന്നു ആദ്യം. ഇപ്പൊ അവർക്ക് അങ്ങനെയല്ല, അവർക്ക് രേണു സുധി എന്നുള്ള ഒരു ഐഡന്റിറ്റി ആയി. അതുപോലും ഇങ്ങനെ ആണ് വന്നിട്ടുള്ളത്, സോഷ്യൽ മീഡിയ കൊടുത്തതാണ്. പക്ഷെ നെഗറ്റീവ് കമന്റുകൾ വന്നിട്ട് കുറെ ആളുകൾ പക്ഷെ ഒതുങ്ങി പോകുന്നവരുണ്ട് കേട്ടോ. കാരണം ഒതുങ്ങുന്ന വെച്ചാല് മാനസികമായിട്ട് എന്തായാലും അയ്യോ എന്നെ ഇങ്ങനെയാണല്ലോ പറയുന്നത്. കാരണം നെഗറ്റീവ് വാക്കുകൾ പറയുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, പബ്ലിക്കായിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന അവസ്ഥ വരെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പറയുമ്പോ നമ്മൾക്ക് എങ്ങനെ വന്നാലും ഉള്ളിന്റെ ഉള്ളിൽ അതൊരു വേദന തന്നെയാണ് അങ്ങനെ ഒരു വാക്ക് നമ്മളെ കേൾക്കുമ്പോൾ. അപ്പോ അതിനെക്കുറിച്ച് കുറെയൊക്കെ ചിന്തിക്കുമ്പോ ഇനി എനിക്കിത് പറ്റുന്ന പണിയല്ല, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്, അങ്ങനെ കേൾക്കുന്നവരും ഉണ്ട്. പിന്നെ രണ്ടർത്ഥത്തിലുണ്ട്. ഈ നെഗറ്റീവ്സ് ഇതുകൊണ്ട് മോട്ടിവേറ്റഡ് ആവുന്ന ആളുകളുമുണ്ട്, അതുകൊണ്ട് പോകുന്നവരുമുണ്ട്. അപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ആളുകളെ വിമർശിക്കുമ്പോ കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു മയത്തിലൊക്കെ, അതായത് നമ്മൾ പറയുന്ന ഒരു കണ്ടന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പറയുന്ന സാധനത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ പറയുക. അല്ലാതെ നമ്മളിത് പറഞ്ഞത് കൊണ്ട് നമ്മളെ പിന്നെ ഇവര് നമ്മളെ എങ്ങനെ മനസ്സിലാവും? നമ്മളെ ഈ കാണുന്നത് ഈ വീഡിയോയിൽ മാത്രമാണ് കാണുന്നത്. നമ്മളെന്താന്ന് ആർക്കും അറിയില്ല. അല്ലെങ്കിൽ നമ്മളെ അടുത്തറിയുന്ന ആളുകൾ ഇല്ല, നമ്മളെ അടുത്തറിയുന്നവർക്ക് അറിയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താ, അല്ലെങ്കിൽ നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നു ഒന്നും ആരും അറിയുന്നില്ലല്ലോ. അതൊന്നും അറിയാതെ നമ്മളെ കുറിച്ച് എങ്ങനെ, നമ്മളെന്നല്ല മാധ്യമ പ്രവർത്തനം ചെയ്യുന്നവരാണെങ്കിലും അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾക്ക് നേരിട്ട പ്രശ്നങ്ങൾ പറയുന്നു, അതുപോലെ പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പൊ നമ്മള് ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചു. അതെ.